ഓക്കെ, എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, പണ്ട് പേരൻസൊക്കെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഓരോ കഥ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പം അത് ഫോണിലേക്ക് മാറിയിട്ടുണ്ട്. ഓരോ കാര്യവും നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ വിചാരിച്ചാലും അവസാനം ഫോണിലേക്ക് കൊടുക്കും. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്, ഒരു ദിവസം 5 മിനിറ്റ്. പക്ഷെ ഇന്ന് കൊടുക്കണ്ട വിചാരിച്ച ദിവസമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ നമ്മൾ ഫോൺ കൊടുത്തു പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് പേരൻസും ഉണ്ട്. അപ്പം അവർക്ക് അതിൽ എങ്ങനെ കുട്ടികൾക്ക് അത് കൺട്രോൾ ചെയ്യാം എന്നൊരു ഇതാണ് വേണ്ടത്. നമ്മുടെ ബന്ധങ്ങളിൽ എത്രയൊക്കെ ഇല്ലാന്ന് നമ്മൾ പറഞ്ഞാലും ഏറ്റവും വില്ലനായിരിക്കുന്ന സാധനം അതന്നാണ്. പാതിരാത്രിയിലും കെട്ടുപോകാത്ത ഒരു നീല വെളിച്ചം. നമ്മുടെ ബന്ധങ്ങൾക്കിടയിലെ എത്രയെത്ര വെളിച്ചങ്ങളെയാണ് ഇല്ലാതെയാക്കുന്നത് എന്ന് വെറുതെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. പാതിരാത്രിയിലും കെട്ടുപോകാത്ത ഒരു നീല വെളിച്ചം, പാതിരാത്രിയിലും കെട്ടുപോകാത്ത ഒരു നീല വെളിച്ചം. നമ്മുടെ ഇടയിലെ എത്രയെത്ര വെളിച്ചങ്ങളെയാണ് പതുക്കെ ഇങ്ങനെ കെടുത്തിക്കളയുന്നത് എന്ന് വെറുതെ ആലോചിച്ച് നോക്കുള്ളൂ. ഒരു കുട്ടിയും സ്വന്തമായി പൈസ ചെലവാക്കിയിട്ട് അങ്ങാടി പോയിട്ട് ഫോണ് വാങ്ങിയിട്ടുണ്ടാവില്ല. ഉണ്ടോ? അങ്ങാടി പോയിട്ട് ഫോണ് വാങ്ങിയിട്ട് അതിന് അഡിക്റ്റായ ഒരു കുട്ടി ഉണ്ടാവില്ല. ഉണ്ടോ? ഒരു കുട്ടിയില്ല. നമ്മൾ ഉണ്ടാക്കി കൊടുത്തതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സാധനം ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ ആരും ഉണ്ടാക്കി കൊടുത്തതാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടി ഒരു കാര്യം മനസ്സിലായി. എന്താ? ആ കുട്ടി ഒരു കാര്യത്തിന് അടിമയായി. എത്ര ചെറിയ പ്രായത്തിലാണ് ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു ശീലം വന്നതെന്ന് ആലോചിച്ച് നോക്ക്. കുട്ടി ഉണ്ടാക്കിയാണോ? കുട്ടി ഉണ്ടാക്കിയല്ലല്ലോ. ഓക്കെ, നമ്മളിനി അത് പറഞ്ഞിട്ട് കാര്യമല്ല. നമുക്കൊരു ഓവർനൈറ്റ് കൊണ്ട് ഇത് ഇല്ലാതാക്കാനും പറ്റില്ല. അത്രയേറെ അനിവാര്യമാണ് ഈ സാധനം. പക്ഷെ നമുക്കിനി ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഇപ്പോൾ ഫോണ് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ, ഇപ്പം ഞാൻ ഈ ഫോണ് കയ്യിലേക്ക് എടുത്തത് 8:32 കയ്യിലേക്ക് എടുത്തത്. 8:32. ഇനി ഞാൻ തുടങ്ങുകയാണ്, എൻ്റെ സെർച്ചിങ് തുടങ്ങുകയാണ്. ഞാൻ പലയിടങ്ങളിലേക്കും ഇങ്ങനെ പോവുക. ഇനി ഞാൻ എപ്പോഴാണ് ഇത് താഴെ വെക്കുക? അതിനൊരു സമയമില്ല. അതാ, ആരെങ്കിലും വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോണിൽ ബാറ്ററി കുറയുമ്പോൾ, അല്ലെങ്കിൽ റേഞ്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ വെക്കുന്നല്ലാതെ നമ്മളിത് വെക്കണില്ലല്ലോ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? എടുക്കാനൊരു സമയമുള്ളതുപോലെ തിരിച്ചു വെക്കാനും ഒരു സമയം നിർണയിക്കലാണ് അച്ചടക്കം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അച്ചടക്കം നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാരൻസ്, വിജയികളായ പാരൻസ്, അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു. ഡിസിപ്ലിൻ. ഫോണ് കൊടുക്കുമ്പോൾ തന്നെ പറയാ 15 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു തരണേ. ആ 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ആ ഫോണും കൊണ്ട് കുട്ടി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പാരൻസ് ആ കാര്യത്തിൽ വിജയിച്ച പാരൻസായി എന്നുള്ളതാണ്. അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൊടുക്കാതിരിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല, കൊടുക്കാതിരിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല, കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല, കൊടുക്കുകയാണ് വേണ്ടത്. അതേസമയം ആ കുട്ടിക്കൊരു കാര്യം കൂടി പഠിപ്പിച്ചു കൊടുക്കലാണ്. എന്ത്? ഡിസിപ്ലിൻ. നമ്മളിപ്പോൾ ഞാനിതിലെങ്ങനെ നടക്കുക, ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ഈ സ്റ്റേജിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ഇവിടെ ഞാൻ ചവിട്ടുമ്പോൾ ഞാൻ താഴേക്ക് വീണുപോയാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ ഒരു ചതിക്കുഴി ഉണ്ടാവും. കണ്ട മനസ്സിലാവില്ല, പക്ഷെ അതൊരു ചതിക്കുഴിയായിരുന്നു. ഞാൻ ചവിട്ടിയിട്ട് താഴെ മറിഞ്ഞുപോയി, വീണുപോയി. അത്ര കോടിക്കണക്കിന് ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നൊരു സാധനമാണ്. അതാണ് നേരത്തെ പറഞ്ഞ പാതിരാത്രിയിലും കെട്ടുപോകാത്ത ഒരു നീല വെളിച്ചം. ഉറങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ സ്ക്രീനിൻ്റെ ലൈറ്റും ഓഫാക്കണം എന്നാണ്. എന്നാലേ ഒരാൾക്ക് നല്ല ഉറക്കം വരുള്ളൂ. അല്ലെങ്കിൽ വരില്ല, ഉറക്കം കിട്ടില്ല. 1 മണിക്കൂർ വേണ്ട, ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇത് ഷട്ട് ഡൗൺ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലേ?
പിന്നെ നമ്മൾ ആരെയാ കുറ്റം പറയുന്നത്? അതാ. അപ്പം ഇതിലിനി ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഡിസിപ്ലിനാണ്. ഇത് കയ്യിലെടുക്കുന്ന സമയത്ത് നമ്മൾ ഹോട്ടലിലേക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അനിവാര്യമല്ലെങ്കിൽ ഈ സാധനം എടുക്കുകയോ ചെയ്യരുത്. ഈ സാധനം എടുക്കുകയേ ചെയ്യരുത്. മുന്നിലിരിക്കുന്ന ആളോട് സംസാരിച്ചൂടെ നമുക്ക്? അനിവാര്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എടുത്തേ പറ്റുള്ളൂ. ഒരാവശ്യമില്ലേ, അത്യാവശ്യമൊന്നുമില്ലേ, താഴെ വെക്കാൻ കഴിയുന്നൊരു ഡിസിപ്ലിനുണ്ട്. പാതിരാത്രി ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ്റെ കൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ സാധനം താഴെ വെക്കാൻ കാണിക്കുന്നൊരു ഡിസിപ്ലിനുണ്ട്. ആ ഡിസിപ്ലിനാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സാധനം ഇല്ലാതാക്കാൻ പറ്റില്ല, ഇതില്ലാതാക്കാൻ പറ്റില്ല. ഡിസിപ്ലിൻ, അച്ചടക്കം. അതാണ് അവർ പറഞ്ഞ കുട്ടികൾക്കൊരു സമയം നിശ്ചയിച്ചു എന്ന് പറഞ്ഞില്ല. ആ സമയം നിശ്ചയിക്കുക എന്നുള്ളത് മാത്രമാണ് കൊടുക്കാനുള്ളത് പോലെ തിരിച്ചു തരാനും എടുക്കാനുള്ളത് പോലെ താഴെ വെക്കാനും നമുക്കൊരു സമയം നിശ്ചയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. ശരി, താങ്ക് യു.